മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഏകദേശം 9ഓളം ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ ഈ സർജിക്കൽ സ്ട്രൈക്കിൽ തകർക്കപ്പെട്ടുള്ളത്. സ്വാഭാവികമായും കാശ്മീരിലെ ടൂറിസ്റ്റുകളായിട്ടുള്ള മനുഷ്യരെ തീവ്രവാദികൾ കൊന്നൊടുക്കിയപ്പോൾ തന്നെ ഇന്ത്യൻ സൈന്യം അതിന് ശക്തമായ യുക്തമായ തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞിരുന്നു. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, സൈനികമായ കാരണങ്ങളുണ്ട്, രാജ്യാന്തരമായ കാര്യങ്ങളുണ്ട്. കാരണം പാകിസ്ഥാൻ എന്നും ഇന്ത്യയെ കാശ്മീരിൻ്റെ പേരിൽ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതിൽ മതവും മറ്റും ഒക്കെ പറയുന്നതിനപ്പുറം തന്നെ ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കൂ, വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവരുടെ ഹണിമൂൺ ട്രിപ്പ് ഉൾപ്പെടെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീർ താഴ്വരയിൽ ടൂറിസ്റ്റുകളായി പോകുന്നത്. ആ ടൂറിസ്റ്റുകളെയൊക്കെ കൊല്ലുന്നതിലൂടെ ഭീകരർ എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. അത്രയും ക്രൂരമായ, മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഇതുപോലെയുള്ള ക്രൂരതകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ ഇന്ത്യ പ്രതികരിക്കും, ഇന്ത്യൻ സൈന്യം പ്രതികരിക്കും. അപ്പോൾ തന്നെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇതിന് ശക്തമായ മറുപടി നൽകുമെന്ന്. എന്നാൽ ഇന്ന് പുലർച്ചെ അതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ്. ഈ ദിവസം ഈ ബുധനാഴ്ച ദിവസം നേരം പുലരുമ്പോൾ ഇന്ത്യൻ ജനത കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണ് എന്നുള്ളതാണ്. ഈ നേരം പുലരുന്നത് കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ കടന്നു കയറിയിരിക്കുന്നത്. പക്ഷേ 1971 യുദ്ധത്തിന് ശേഷം ഈ നിലക്ക് പാകിസ്ഥാൻ്റെ മണ്ണിൽ ഇന്ത്യൻ സൈന്യം കയറി ഈ നിലയിൽ ഒരു ആക്രമണം നടത്തുന്നത് ചരിത്രമാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ നിരവധിയായിട്ടുള്ള ജയ്ഷെയുടെ ഭീകര കേന്ദ്രങ്ങളാണ് ഈ ആക്രമണത്തിൽ തകർന്നിട്ടുള്ളത്. അത് ഇന്ത്യൻ സൈന്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്നത്, ഇന്ത്യൻ രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഈ നിലയിൽ പാകിസ്ഥാൻ നിരന്തരമായി ഈ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതുപോലെയുള്ള തീവ്രവാദികളെയും ഭീകര കേന്ദ്രങ്ങളെയും അതിൻ്റെ നേതാക്കന്മാരെയും അതിൻ്റെ ഫണ്ടിങ്ങിനെയും ഒക്കെ തകർക്കാൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ കഴിയാത്തതെന്ന് ചോദ്യമുണ്ട്. അപ്പോഴാണ് അവിടുത്തെ സൈന്യം പോലും ഇത്തരം ഭീകര നേതാക്കന്മാരുടെയും സംഘടനകളുടെയും അധീനതയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സൈന്യത്തിനും രാഷ്ട്രീയ ഭരണകൂടത്തിനുമൊക്കെ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ അവിടെ പലപ്പോഴും ഭീകരർക്കാണ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് ഭീകരരുടെ കൺട്രോൾ ഒരിക്കൽ പോലും അവിടുത്തെ ഗവൺമെൻറ്റിനില്ല. മറിച്ച് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും അവിടുത്തെ സൈന്യത്തിൻ്റെ നിയന്ത്രണവും ഒരുപക്ഷെ ഭീകര കേന്ദ്രങ്ങൾ, ഭീകര നേതാക്കന്മാർക്ക്, ഭീകര സംഘടനകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം. അങ്ങനെ ഒരു രാജ്യം നമ്മുടെ അയൽ രാജ്യമായിരിക്കുകയും അവർ നിരന്തരമായി ആക്രമണം രാജ്യത്തിനെതിരെ നടത്തുകയും ചെയ്യുമ്പോൾ അവിടെ രാഷ്ട്രീയത്തിനോ മതത്തിനോ മറ്റു ചിന്തകൾക്കോ ഒന്നും ഒരു പ്രസക്തിയുമില്ല. എൻ്റെ രാജ്യം, എൻ്റെ രാജ്യത്തെ എതിർക്കുന്ന, എൻ്റെ രാജ്യത്തെ തകർക്കുന്ന, എൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സന്തോഷത്തിനും ഭീഷണിയാകുന്ന തീവ്രവാദികളെയും രാജ്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയും അതിനെ തുടച്ചു നിൽക്കുകയും ചെയ്യുന്നുള്ളത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യമാണ്, സൈന്യത്തിൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ തുടക്കമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.